ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള കണവയുടെ തല റോസ്റ്റാണ്. ഈ കണവേനെ കൂന്തൽ എന്നുള്ള പേരിൽ പല നാടുകളിൽ അറിയപ്പെടാറുണ്ട്. കണവേൻ്റെ തലയല്ലാത്ത ബാക്കി ഭാഗം വെച്ചിട്ട് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കാറുണ്ട്, കറി ഉണ്ടാക്കാറുണ്ട്, അതുപോലെ തന്നെ തോരൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ കണവയുടെ തല വെച്ചിട്ട് അങ്ങനെ റെസിപ്പീസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണവയുടെ തല വെച്ചിട്ടുള്ള ഒരു റോസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെയൊക്കെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ കണവയുടെ കുറച്ച് തല എടുത്ത് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചേക്കുക. ഇനി അതൊരു ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് വേവിക്കാൻ പോവുകയാണേ. ആദ്യമേ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി അതും ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് ആവശ്യമായുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതും ചേർത്ത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതൊന്ന് വേവിക്കാൻ വെച്ച ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം. 1 സവാള, 5-6 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്. ഇനി ഈ സവാള ഒന്ന് അരിഞ്ഞെടുക്കാം. ബാക്കി 3 ഇൻഗ്രീഡിയൻസും ഒന്ന് ചതച്ചെടുത്തേക്കുവാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തേക്കുവാണ്. അതിനുശേഷം ഒരു ചട്ടി അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ 2-3 ടേബിൾ സ്പൂൺ ഓഫ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ എണ്ണ ഒന്ന് ചൂടാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ചൂടായി വന്ന എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സവാളയും അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, മുളകിൻ്റെ ആ ഒരു മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിക്കൊന്ന് സോർട്ട് ചെയ്തെടുക്കാമേ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം എരിവില്ലാത്ത സാദാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിക്കൊന്ന് മസാലകളെല്ലാം പിടിക്കുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നതാണ്. മസാലയുടെ പച്ചമണം ഒന്ന് മാറുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കണവയുടെ ആ തലകൾ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ കണവ വേവിച്ച ആ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചേർത്തൊന്ന് ആഡ് ചെയ്യുവാണ്. എന്നിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് ലോ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കണവയുടെ ആ തല നമ്മൾ നേരത്തെ വേവിച്ചത് കൊണ്ട് അധികം വേവിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കണവ തല റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുവാണ്. ചോറിനോടെയും ചപ്പാത്തിയുടെയും കഴിക്കാൻ ഇത് ബെസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.